ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് സുഖം തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ട്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇവിടെ നല്ല മഴയുണ്ട്. കാണിച്ചു തരാം. നല്ല മഴയാണ്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മോളെ കൂട്ടാൻ വേണ്ടി സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അതിന് കുറച്ച് ക്ലിയർ കിട്ടുമല്ലോ എന്ന് വെച്ചാൽ മുറ്റത്ത് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു വിഷയം എന്ന് വെച്ചാൽ, കുറച്ച് മുന്നേ എൻ്റെ മോൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസ ഉണ്ടായിരുന്നു, ഒരു 4000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് എടുക്കാൻ വേണ്ടി നോക്കുന്നേരം അത് അക്കൗണ്ടിൽ നിന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. അത് എന്തിനാ അങ്ങനെ വെച്ചതെന്നൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ബാങ്കിൽ പോയിനേനു. അപ്പോൾ ബാങ്കിൽ പോയാലും പറഞ്ഞത് അക്കൗണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, പൈസ കിട്ടുമല്ലോ, അത് എപ്പോൾ കിട്ടുമോ എങ്ങനെയാണ് കിട്ടുമെന്ന് പറയുമെങ്കിൽ അവരെ കേസ് കഴിഞ്ഞാൽ അവല്ല ആ പൈസ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ അതുകൂടാണ്ട് ഇന്നലെ ഒരു ചെറിയൊരു പൈസ ഉണ്ടായിട്ട് അത് ഐ അക്കൗണ്ടിലേന് ഇട്ടത്, അറിയുന്നില്ലല്ലോ ഐ അക്കൗണ്ട് ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ ഐ അക്കൗണ്ടിൽ പൈസയും പോയി മൊത്തത്തിൽ എന്താ പറയുക, എല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട്. പിന്നെ ഇന്ന് ATM കാർഡ് നമ്മൾ യൂസ് ചെയ്ത് നോക്കുന്ന ATM കാർഡ് ബ്ലോക്ക് ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ അക്കൗണ്ടിന് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് മൈനസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു ലോണോ കാര്യമോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് തിരിഞ്ഞിട്ടില്ല. രണ്ടാളെ അക്കൗണ്ട്, മോൻ്റെ അക്കൗണ്ടും എൻ്റെ അക്കൗണ്ടും, രണ്ട് അക്കൗണ്ട് ഇങ്ങനെ എന്തോ മരവിപ്പിച്ച പോലെയുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം, എന്താ സംഭവം എന്നുള്ളത് ഒന്നൊന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നല്ലതേനു. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. ആകെ ടെൻഷനായിപ്പോയി. കാരണം ഏകദേശം ഒരു 5,000 റുപ്യേൻ്റെ അടുത്ത് ഉണ്ടേനു. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു മനസ്സിന് നല്ല പ്രയാസമുണ്ട്. നമ്മൾ ആവശ്യത്തിന് നമ്മൾ പൈസ എടുക്കാൻ പോയപ്പോൾ നമുക്ക് കിട്ടുന്നില്ല, ആ ഒരു മനപ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ വേറെ ലോണോ കാര്യമോ നമുക്കില്ല. അങ്ങനെ ലോണൊന്നും എടുത്തിട്ടില്ല, ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ മോന് 18 വയസ്സായിട്ടില്ല. മോന് അങ്ങനെ ഒരു ലോണോ കാര്യമൊന്നുമില്ല. പക്ഷേ എങ്ങനെ വന്ന് എങ്ങനെ ഒന്നും അറിയില്ല. മഹാരാഷ്ട്ര ബാങ്കിലായിരുന്നു അക്കൗണ്ടുള്ള. അപ്പോൾ അത് 0 ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു. അത് അങ്ങനെ 0 ബാലൻസ് കിട്ടിയാൽ നമ്മൾ എടുത്തിട്ട്, പക്ഷേ അതിൻ്റെ അവിടുത്തെ പ്രശ്നമല്ല എന്ന് അവർ പറയുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. അവിടെ പൈസ പോവില്ല, അതെന്തെങ്കിലും കേസ് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആരൊക്കെയും കിട്ടിയിട്ടുണ്ടോ ആ പൈസ, അല്ലെങ്കിൽ ഇത് പോയതാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആ പൈസ തിരിച്ച് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ പൈസ പോയതാണോ, എങ്ങനെയായാലും വിവരങ്ങളെല്ലാം ഒന്ന് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ഇനി മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. അവർ പറയുന്നത് വെച്ചാൽ കുട്ടികൾ ഗെയിമിൽ കൂടിയും ഗെയിം കളിച്ചിട്ടില്ല ഇങ്ങനെ സംഭവിച്ച, അങ്ങനെ ഗെയിമൊന്നും കളിച്ചിട്ടില്ല. മുന്നേ ഒരു പിന്നെ രാജാ ഗെയിം എന്ന് പറഞ്ഞൊരു ഗെയിം കളിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ വഴിയാണോ ഇത് പോയത് എങ്ങനെയാണോ എന്നൊന്നും തിരിഞ്ഞിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. എന്നാൽ അതിനെപ്പറ്റി എനിക്ക് മനസ്സിലാവുമല്ലോ. അതല്ല ഇനി പൈസ നമ്മൾ കാത്തു നിൽക്കണോ, അല്ലെ ആ പൈസ പോയതാണോ എന്തെന്നാണോ എന്നുള്ള ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ നമ്മൾ എന്താ പറയുക, ഭയങ്കര ടെൻഷനായിപ്പോയി. ആ പൈസ പോയാൽ കണ്ടപ്പം ഭയങ്കര ടെൻഷനായിപ്പോൾ. അപ്പോൾ ഇതിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അതും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഇട്. അപ്പോൾ എല്ലാവർക്കും പിന്നെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നമ്മളെ പൈസ കിട്ടാണ്ടായി പോവാ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇട്, കാര്യങ്ങളൊക്കെ പറയും. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ കേട്ടോ.